ഡോക്ടറെ ഒരു സംശയം, സാധാരണക്കാരുടെ സംശയമാണ്. ഇപ്പോൾ നീറ്റ് പരീക്ഷ അതിൻ്റെ ചോദ്യപേപ്പർ ചേർന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദമുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നീറ്റ് പരീക്ഷയിലേക്കുള്ള താല്പര്യമുള്ള കുറേയേറെ ആളുകൾക്ക് മാത്രം അറിയാവുന്നൊരു സംഗതിയാണ്. പാർലമെൻറ്റ് പ്രതിപക്ഷം ഭയങ്കര ബഹളം. എന്താണ് ഈ നീറ്റ് പരീക്ഷ, എന്ത് ക്രമക്കേടാണ് നടന്നത്, ഇതൊന്നും സാധാരണക്കാർക്ക് അറിയില്ല. അപ്പോഴാണ് ഒരു ഡോക്ടറെ മുന്നിൽ കിട്ടിയത്. അപ്പോൾ ഡോക്ടറോട് തന്നെ ചോദിക്കാം, എന്താണ് ഈ നീറ്റ് പരീക്ഷയും അതിൻ്റെ ക്രമക്കേടും? ഈ നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക് അതൊരു വലിയ ഒരു സംഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നുകിൽ ഡോക്ടറാവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം. ഇതാണ് ഏതൊരു സാധാരണക്കാരനായ ഇന്ത്യക്കാരന് അവരുടെ മക്കളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരാഗ്രഹം. അപ്പോൾ ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ്, ഒരു രാജ്യം നടത്തുന്ന നാഷണൽ ലെവലിൽ നടത്തുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റാണിത്. അതിനു മുമ്പ് നേരത്തെയൊക്കെ മെഡിക്കൽ എൻട്രൻസിന് സെപ്പറേറ്റ് പരീക്ഷയായിരുന്നു. അത് അബോളിഷ് ചെയ്തു. എന്നിട്ടൊരു നാഷണൽ ലെവലിൽ ഒറ്റ പരീക്ഷയായി. എഞ്ചിനീയറിംഗിനും മെഡിസിനും വേണ്ടി ഒറ്റ പരീക്ഷയായി. അതാണ് നീറ്റ്, അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷ വരികയും അത് വളരെ കുറ്റമറ്റാത്തതായിട്ട് നടക്കുകയായിരുന്നു. വളരെ നന്നായിട്ട് നടക്കുകയായിരുന്നു. അതിൽ മാർക്കില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളത്. പക്ഷേ വന്ന് നമ്മുടെ മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജൊക്കെ കൂടിയപ്പോൾ മാർക്കൊക്കെ കുറഞ്ഞാലും അഡ്മിഷൻ, പക്ഷേ നീറ്റില്ലാതെ ഒരു അഡ്മിഷൻ കിട്ടില്ല എന്നുള്ള സ്ഥിതിയാണ്. പിന്നെ നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ എഡ്യൂക്കേഷൻ്റെ കോസ്റ്റ് വളരെയധികം കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ്റെ കോസ്റ്റ് കുറച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠനത്തിനോ വേണ്ടി ഒരു ബിരുദ പഠനത്തിന് വേണ്ടി പ്രത്യേകിച്ച് MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനോ ഒരു നല്ല കോളേജിൽ പഠിക്കണമെങ്കിൽ ഭയങ്കര ചിലവ് വരും. അത് നീറ്റിലൊരു നല്ല റാങ്ക് ഉണ്ടെങ്കിൽ അത് വളരെ തുച്ഛം ചിലവിൽ പഠിക്കാൻ പറ്റും. അല്ല, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഫ്രീ ആണ്. അപ്പോൾ എന്നാൽ പോലും ചെറിയ ഫീസുകളൊക്കെ പക്ഷേ ആ ചിലവിന് തീർക്കാൻ പറ്റും അവരുടെ. അതൊരു വലിയ ഒരു മോഹം ആളുകളെ ജനിപ്പിക്കുന്ന ഒരു കാര്യം. അതെ, ഓർക്കേണ്ട ഈ സ്വാശ്രയ കോളേജുകളിൽ 1 കോടി രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്, ചിലവുണ്ട് ഒരു MBBS സീറ്റ്. അത് നീറ്റിലൊരു നല്ല റാങ്ക് ഉണ്ടെങ്കിൽ കിട്ടാവുന്നതുള്ളൂ. അതുകൊണ്ട് ഒരു ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയാൽ അത് 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും 30 ലക്ഷത്തിനും വരെ മേടിക്കാൻ ആളുണ്ട്. 30 ലക്ഷത്തിന് മേടിച്ചാലും 70 ലക്ഷം ലാഭമാണ്. അപ്പോൾ അതൊരു വലിയ ഒരു കോക്കസിന് ഫോം ചെയ്യുകയാണ് ഉണ്ടായത്. അത് ചില ഏരിയയിൽ ചില സംസ്ഥാനങ്ങളിൽ അത് വ്യാപകമായിട്ട് ടെലിഗ്രാമിലൂടെയൊക്കെ പെട്ടെന്ന് അത് വരികയും അത് ലീക്കാവുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ വേറൊരു ഭാഗം ഇതിനെല്ലാം ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന ഒരു പരിപാടി കണ്ടതോടെ ഇത് വന്നതോടുകൂടി റാങ്ക് മാർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഗ്രേസ് മാർക്ക് ചില അത് അതാ പറഞ്ഞത് ഇതിനകത്താണ് ഗ്രേസ് മാർക്ക് കൊടുത്തതെന്ന് പോലും നമുക്ക് വ്യക്തമായിട്ട് സാധാരണ പഠിക്കുമ്പോഴത്തേക്ക് സ്പോർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ NCC ഉണ്ട്, ഗ്രേസ് മാർക്ക് എന്നൊക്കെ പറയും. ഇത് ചില സംസ്ഥാനങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുകയും ചെയ്തു. എൻട്രൻസ് എന്ത് മാനദണ്ഡം അല്ലേ? അത് കൃത്യമായിട്ടൊരു ഉദ്യോഗസ്ഥ ലോബി കളിച്ച വലിയ കളിയാണ്. അത് ആ ഉദ്യോഗസ്ഥ ലോബിക്ക് പിന്നിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ടെന്നുള്ളത് ഇനിയും കണ്ടുപിടിക്കേണ്ടെന്ന. എന്നോട് ഡൽഹിയിലെ ഒരു മാധ്യമ സുഹൃത്ത് പറഞ്ഞത്, ഒരു നാഷണൽ നെറ്റ്വർക്കുള്ള ഒരു ഏജൻസി, ട്രെയിനിങ് ഏജൻസി, അവർ 60 കോടി രൂപ ചിലവാക്കിയെന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൻ്റെ പിന്നിൽ കളിച്ച ആളുകളെ എല്ലാവരെയും കൃത്യമായിട്ട് കൊണ്ടുവരേണ്ട. കാരണം ട്രെയിനിങ് ഏജൻസി ഇപ്പോൾ നമുക്ക് തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം എന്തോരം ട്രെയിനിങ് ഏജൻസീസാണ് പറഞ്ഞത്. ഈ 60 കോടിയൊന്നും അവർക്ക് ഒന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് ഒരു വർഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ എത്രയോ കോടി ജനം ഉള്ള നാട്, അതിനകത്ത് എത്രയോ കോടി കുട്ടികൾ പരീക്ഷ എഴുതുന്നു. ഈ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എല്ലാം ലാഭം 1 കോടി രൂപയാണ്. 1 കോടി രൂപയുടെ വാല്യൂ ഉള്ള സാധനമാണ് കിട്ടാൻ പോകുന്നത്. അത്രയും വാല്യൂ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും 30,000 രൂപ 40,000 രൂപ മുടക്കി പഠിച്ചിട്ടാണ്, മിനിമം അത്രയും രൂപയിൽ മുടക്കി പഠിച്ചിട്ടാണ് ഈ നീറ്റ് പരീക്ഷയ്ക്ക് പോകുന്നത്. അത് ഒരു ഏജൻസിയിലെ ഇപ്പോൾ മിക്കവാറും നമുക്ക് പറയാം, നമ്മുടെ ഏത് എൻട്രൻസ് കഴിഞ്ഞാലും അല്ലെങ്കിൽ IAS പരീക്ഷ കഴിഞ്ഞാലും കഴിഞ്ഞാലും നമ്മുടെ ഏത് പത്രം എടുത്താലും ഫ്രണ്ടിലത്തെ പേജ് മുഴുവൻ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത് ഇത്ര ആളുകൾക്ക് കിട്ടി എന്ന് കാണിക്കാനുള്ള ഒരു വലിയ ഒരു സിസ്റ്റം തന്നെയുണ്ട്. ഇപ്പോൾ അതെല്ലാം ജോയിൻ ചെയ്തു തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള പല സിസ്റ്റംസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരാളുടെ കീഴിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഈ മേർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് പോലെ പലതും ഒരുമിച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ ഫണ്ട്സ് ഉണ്ട്. ഏത് പരീക്ഷ പൊളിച്ചിട്ടാണെങ്കിലും അവരുടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടിയെന്ന് കാണിക്കാൻ
അവരുടെ കയ്യിൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അവർ തന്നെ ആയിരിക്കണം. പക്ഷേ ഇതിന് പിന്നിൽ ഈ ഫണ്ട് ഒരിക്കലും ഒരു ഒരു ഉദ്യോഗസ്ഥൻ്റെ കയ്യിലേക്കോ ഒന്നും ആയിരിക്കില്ല. ആ ഒരു വലിയ ഒരാൾ ഇതിനകത്ത് കൃത്യമായിട്ട് കളിച്ചിട്ടുണ്ട്. അവരിലേക്ക് ഇത് എത്തിയില്ലെങ്കിൽ ഇത് വീണ്ടും നടക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല, ഇത് ബീഹാറാണ് കുറേ വർഷങ്ങളായി ഇതിൻ്റെ കേന്ദ്രം. ബീഹാറിൽ നിന്ന് അവിടെയുള്ള ചില കോക്കസ്, ചില മാഫിയാണ്. അല്ല, ഞാൻ ആലോചിക്കുന്നത് അതിനകത്ത് ബീഹാറിലല്ലേ ഏറ്റവും കൂടുതൽ IAS-കാരുള്ളത്. ഞാൻ കാണുന്ന ഏറ്റവും കൂടുതൽ IAS-കാർ ബീഹാറിലുള്ളവരാണ്. അപ്പോൾ ബീഹാറിലുള്ള നല്ല IAS നല്ല ആളുകളുണ്ട്. പക്ഷേ ഞാൻ കാണുന്ന അവരാണ് പണ്ട് മുതലേ ഒരു നല്ല സ്ഥലമാണത്. നല്ല പഠിക്കുന്ന ആളുകളുടെ സ്ഥലം. വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ട് പോലെ നല്ല സ്ഥലമാണ്. പക്ഷേ എന്നാൽ പോലും അവിടെ ഇതിനുള്ളൊരു കോക്കസിനുള്ളൊരു സിസ്റ്റം അവിടെ ഉണ്ട്. പണ്ട് മുതലേ അതുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും അവിടെയുണ്ട്. അത് വെച്ച് എങ്ങനെ കാശുണ്ടാക്കാമെന്ന് അറിയാം. സാധാരണ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടൊന്നും കാശുണ്ടാക്കാൻ പറ്റുമെന്ന് പലപ്പോഴും അറിയില്ലെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെയിൽവേ വെച്ച് എങ്ങനെ കാശുണ്ടാക്കണമെന്ന് അറിയണമെങ്കിൽ ആകെ ബീഹാറുകാർക്ക് അത് സാധിക്കും. അതെ. അല്ല, ഞാനിപ്പോൾ ഡോക്ടർ ഓർക്കുവാണേ, ഞാൻ കേട്ടത് എൻ്റെ കൃത്യമായ വിവരമല്ല, ഏകദേശം കേട്ടതാണ്. ഏതാണ്ട് 4.5 ലക്ഷത്തോളം കുട്ടികളാണ് നീറ്റ് എഴുതുന്നത്. ശരാശരി ഒരു ട്രെയിനിങ് സെൻറ്റർ ഒരു കുട്ടിയിൽ നിന്ന് വാങ്ങുന്ന 1 ലക്ഷം രൂപയാണ്. 4.5 ലക്ഷം ഇൻറ്റു 1 ലക്ഷം, എത്ര ഹ്യൂജ് എമൗണ്ടാണ്, എത്ര ആയിരം കോടി രൂപയാണ്. അപ്പോൾ അതാണ് ഈ ബിസിനസ്. അതെ, ആ ബിസിനസ് നടത്തുന്നവർക്ക് അല്ല 4.5 ലക്ഷം പേര് പരീക്ഷ എഴുതുന്നു. പക്ഷെ 4.5 ലക്ഷം പേരല്ല ട്രെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഇരട്ടി ഉണ്ടാവും ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ 10 ലക്ഷം പേരെങ്കിലും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ 10 ലക്ഷം അല്ല, അതിൽ കൂടുതലുണ്ട്. കാരണം ട്രെയിനിങ് ഇത് ആപ്ലിക്കേഷൻ പോലും കൊടുക്കൂലേ. ഇതൊക്കെ എല്ലാവരും ചേരും. ചേർന്ന് ഏറ്റവും അവസാനം പരീക്ഷയൊന്നും എഴുതണ്ടെന്ന് വയ്ക്കും കുറേ പേര്. അങ്ങനെയുണ്ട്. എന്നാൽ പോലും അതാ പറഞ്ഞത്, ട്രെയിനിങ്ങിൻ്റെ ലാഭം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അല്ല, 10 ലക്ഷം പേര് പങ്കെടുക്കുന്നു. ഓരോരുത്തരിൽ നിന്നും 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കോടിയാണ്? ഏതാണ്ട് 1 ലക്ഷം ഓരോ വർഷവും. അതെ. അപ്പോൾ ഒരു വർഷം ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഹ്യൂജ് എമൗണ്ട്. അതിനകത്ത് 60 കോടി രൂപ ഒരു കമ്പനി കൊടുത്തു എന്ന് പറയുന്നതിനകത്ത് ഒന്നുമില്ല. 1 ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ വാർഷിക ബജറ്റിന് തുല്യമാണ്. ഈ നീറ്റ് പരീക്ഷ ട്രെയിനിങ്ങിന് വേണ്ടി അഖിലേന്ത്യാ തലത്തിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ലഭിക്കുന്ന തുക. അപ്പോൾ പിന്നെ ഇതല്ല, ഇതിനപ്പുറം ചെയ്യും. അപ്പോൾ ഇതൊരു കൃത്യമായ രീതിയിൽ ഇത് നടന്നുകൊണ്ട് വന്നത്. ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലുത് ഇതുപോലെ ആടുന്നത് വ്യാപം ഇതുപോലെ തന്നെ വലിയൊരു അഴിമതിയായിരുന്നു. അതിൽ കുറേ കൊലപാതകങ്ങളൊക്കെ ഇതും നടക്കാൻ വയ്യാന്നൊന്നുമില്ല. കാരണം ഇതും തേച്ച് മായ്ച്ച് കളയാൻ ഇവർ നോക്കും. പക്ഷേ ഇതിൽ കൃത്യമായ ആളുകളെ കണ്ടുപിടിക്കാമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഇതെടുത്ത് ഇത് കണ്ടുപിടിക്കും, ഇതിനെ കൃത്യമായി ശിക്ഷിക്കും. അത് ഈ പറയുന്ന മൂന്നാം BJP സർക്കാരിൻ്റെ ഒരു പോളിസി ആയിട്ട് അവരെടുത്തിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണല്ലോ പുതിയ ആക്ട് വന്നു. അതെ, ആൻറ്റി പേപ്പർ ലീഗ് ആക്ട് വന്നു. അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, 10 വർഷം തടവ് ശിക്ഷയാണ്. അതെ, 10 വർഷം തടവെന്ന് പറയുന്നത് ഒരാളുടെ കരിയർ നശിപ്പിച്ചു. അതെ, വളരെ ഗ്രീവിയസ് ആയിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താൽ കൊടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷയാണ്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഇതൊരു രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആ പൊസിഷൻ കൊടുക്കാതിരിക്കുക. അതെ, എക്സാക്ട്ലി. കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് കിട്ടുന്നില്ല. അത് മാത്രമല്ല, ഇനി അവൻ പഠിച്ചിറങ്ങിയാലോ, ഇങ്ങനെ ഒരാൾ അവിടെ വന്ന് പഠിച്ചിറങ്ങിയാൽ അത് അവർ കൈകാര്യം ചെയ്യുന്നത് രോഗികളെയാണ്. മരിക്കാൻ മിണ്ടാൻ പോലും പറ്റാതെ വിഷമിക്കും. നമ്മൾ കണ്ണോണ്ടിരിക്കുക, വയറ്റിൽ നിന്ന് കത്തറി കിട്ടുന്നു, മറ്റേ വിരൽ മുറിക്കാൻ വന്നവൻ്റെ നാക്ക് മുറിക്കുന്നു. അതെ, കുഞ്ഞുങ്ങളുടെ ആരോഗ്യ രംഗത്തെ തന്നെ നശിപ്പിച്ച് കളയുന്ന ഒരു വലിയ പ്രവണതയാണ് നീറ്റ് പരീക്ഷ നശിപ്പിക്കുക എന്ന് പറയുന്നത്. അതൊക്കെ വെച്ച് എന്ത് കളിച്ചാലും അവന് 10 കൊല്ലത്തെ തടവ് ശിക്ഷ മതിയോ, പിന്നെ 1 കോടി രൂപ ഫൈനും ഉണ്ട്. ഞാൻ ഡോക്ടറോട് ഞാനൊരു രഹസ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ കോവിഡ് വന്നില്ല, ഒരു അടച്ചുപൂട്ടി വീടുകളിലിരുന്നു. അപ്പോൾ ആർക്കും അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല, ആശുപത്രികളൊക്കെ കാലിയായിരുന്നു. കോവിഡ് മാറി, എല്ലാം ഓപ്പണായി, പിന്നെ നമ്മളൊക്കെ രോഗികളായി. അപ്പോൾ ഇതിങ്ങനെ രോഗികളുടെ എണ്ണം ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നു. അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. നമുക്ക് രോഗങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്ന സമ്പർക്കത്തിലൂടെയാണ്. നമ്മൾ മറ്റൊരാളിൽ നിന്നാണ് പലപ്പോഴും, ഒരാൾക്ക് ചുമയുണ്ടെങ്കിൽ അടുത്ത ആളിലേക്ക് ചുമ വരാം. അപ്പോൾ ആ ചുമ അങ്ങനെ സമ്പർക്കത്തിലൂടെ വരാം. 2 കോവിഡ് സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ മാസ്ക് ഇട്ടല്ലാതെ ഒരിടത്തേക്ക് പുറത്തിറങ്ങുക, പൊടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തു. കോവിഡ് വന്ന സമയത്ത് വേറൊരു വലിയ കാര്യമെന്ന് വെച്ചാൽ കൃത്യസമയത്ത് എഴുന്നേൽക്കുക, കുളിക്കുക, അതുപോലെ തന്നെ ആരോഗ്യ ഹൈജീനൊക്കെ ശ്രദ്ധിക്കാനും എല്ലാത്തിനും സമയമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ
റിലാക്സ് ചെയ്തു. പിന്നെ ഏറ്റവും വലിയ രോഗങ്ങളുടെ ഏറ്റവും വലിയ ഒരു കാരണം നമ്മുടെ ടെൻഷൻസാണ്. ജോലി മനോഭാവമുണ്ട്. അപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഇതും കൂടെ വന്നു. ഇപ്പോൾ ഇതെല്ലാം വന്നു. പിന്നെ ഈ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ രോഗികൾക്കും അസുഖമൊന്നുമില്ല. പക്ഷേ അവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ ഒന്ന് ചെക്ക് ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അതായത് ചെറിയ കാര്യം വന്നാലും അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാം. ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ തൃപ്പൂണിത്തുറ നമ്മുടെ ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ ബാലചന്ദ്രൻ, എൻ്റെ മോന് സുഖമില്ലാണ്ട് വരുമ്പം ഡോക്ടറെ അടുത്താൽ പോവുക. അന്ന് എനിക്ക് കാറൊന്നുമില്ല, ഞാൻ എറണാകുളത്ത് വന്ന സമയമാണ്. 2 വീലറിൽ ഓടിച്ച് അവിടെ ചെല്ലും. ഡോക്ടർ ഇവന് മരുന്നൊന്നും കൊടുക്കേണ്ട, നമ്മൾ തിരിച്ചു വിടും. എറണാകുളത്ത് നിന്ന് തൃപ്പൂണിത്തുറ വരെ ഓടിച്ച് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവന് മരുന്ന് കൊടുക്കണ്ട എന്ന് പറയുന്ന ഡോക്ടർ. അത് നല്ല ഡോക്ടറിൻ്റെ ലക്ഷണമാണ്. അതേസമയം ഒരാൾ വന്നതല്ലേ എന്ന് പറഞ്ഞ് 2 മരുന്ന് കൊടുത്താൽ 2 ദിവസം കഴിയുമ്പോൾ അവന് പിന്നെയും രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് വന്നപ്പോൾ നമ്മൾ പലരും പല നല്ല പാഠങ്ങളും പഠിച്ചു. നന്നായിട്ട് ഹൈജീൻ ഉപയോഗിക്കുക, നന്നായിട്ട് സമ്പർക്കത്തിലൊക്കെ വളരെ ക്രമീകരിച്ച് നമ്മളുടെ ഇതൊക്കെ ചെയ്ത് അങ്ങനെ തന്നെ കുറേ. പക്ഷേ ആ സമയത്ത് രോഗങ്ങൾ കുറഞ്ഞത് വളരെ വലിയ ഉപകാരമായി. അല്ലെങ്കിൽ ഒരിക്കലും പേഷ്യൻസിനെ നമുക്ക് ഹോസ്പിറ്റലിലൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വേണം. അതുകൊണ്ട് കുറഞ്ഞത് ഒരു കണക്കിന് ഗുണവുമായി. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇനി പോയിട്ട് ഈ പഠിക്കാത്ത കുട്ടികളെ ഇങ്ങനെ കുത്തിക്കയറ്റിയാൽ അത് ചെയ്യുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കണം. അത് BJP പുറത്തു കൊണ്ടുവരണം. അത് ഈ സർക്കാരിൻ്റെ ഒരു എന്നാണ് അഭിമാന പ്രശ്നമാക്കണം. അതിന് പ്രതിപക്ഷം ചെയ്യുന്ന ഇത് നല്ല കാര്യമായിട്ട് എടുക്കുക. കാരണം എന്ന് വെച്ചാൽ പ്രതിപക്ഷം വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. അതിനെയും കൂടെ അതിൻ്റെ ശക്തി കൂട്ടിക്കൊണ്ട് വന്ന് ഒരു നല്ല തീരുമാനം. വേറെ ഇൻഫർമേഷൻ വരുന്നുണ്ട്. ബീഹാറിൽ ഈ സ്കാമിൻ്റെ പ്രധാന സൂത്രധാരൻ ഇന്ത്യ മുന്നണിയുടെ പ്രബലനായ തേജസ്വി യാദവിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് എന്നൊരു വാർത്ത വരുന്നുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി തന്നെ ഇതിനെതിരെ നിൽക്കുമ്പോൾ അതിനെ ശക്തമായിട്ട് അതിന് കുറച്ചുകൂടെ ആൾ കത്തിച്ച് BJP അതിന് നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ ശക്തമായി എക്സ്പോസ് ചെയ്യാൻ നല്ലൊരു ചാൻസാണ് എന്ന് കണ്ടു തന്നെ. സാധാരണ അങ്ങനെയാണല്ലോ. ഇപ്പോൾ പല കൊലപാതക കേസിൽ ചെന്ന് കഴിയുമ്പോൾ ഈ കൊന്നവനായിരിക്കും ആദ്യം ഏറ്റവും കൂടുതൽ ആക്ഷൻ കമ്മിറ്റി അങ്ങനെയാണെങ്കിൽ അതിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച് അതിനെ ആളെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ശക്തിപ്പെടുത്തണമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ട്. ഈ മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആളുകളുടെ ഒരു ഗ്ലാമറസ് ഒരു ഡ്രീം പ്രൊഫഷനാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള ക്രമക്കേടുകൾ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിലെ അതിപ്രശസ്തമായ ചില ആളുകളുമായി ബന്ധപ്പെട്ട് മാർക്ക് തിരുത്തൽ വന്നിട്ടുണ്ട്. ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഏതാണ്ട് അവർക്ക് അനുകൂലമായി വിധിച്ച ഒരു കഥ അറിയാം. അതൊക്കെ പലതരത്തിലുള്ള സ്വാധീനങ്ങളുടെ പുറത്ത് നടക്കുന്നത്. 1-2 പേരല്ലേ ഇതെന്ന് പറഞ്ഞാൽ എൻമാസായിട്ടല്ലേ നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഒരാൾ ചെയ്തു, ഓക്കെ, അത് അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് ചെയ്തു. ഇതങ്ങനെയല്ല. ഒരു രാജ്യത്തിൻ്റെ തന്നെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീനെ നശിപ്പിച്ച് കളയാണ്. അല്ല, ഞാൻ എൻ്റെ സംശയം അതല്ല ഡോക്ടർ. ഇത്രയൊക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ ഒരു മറ്റേ നട്ടും ബോൾട്ടും മുറുക്കാൻ വേണേ ഒരു എഞ്ചിനീയർ വരും. അത് എഞ്ചിനീയർമാർ അതുപോലെയായി. അതിനും മാത്രം ഡോക്ടർമാരുടെ ആവശ്യമുണ്ടോ നമ്മുടെ രാജ്യത്ത്? ഇത്രമാത്രം. ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മുടെ രാജ്യത്ത് ട്രെയിൻ ചെയ്യുന്ന ഡോക്ടർമാരാണ് ലോകം മുഴുവൻ ട്രീറ്റ് ചെയ്യുന്നത്. ഏത് രാജ്യത്ത് ചെന്നാലും നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ മലയാളി എന്നല്ല, ഇന്ത്യക്കാരെ കാണാതെ ഒരു ഹോസ്പിറ്റലും ഇല്ല. അത് ഏത് രാജ്യത്ത് ചെന്നാലും ആതുര രംഗത്ത് നമ്മുടെ കാരണം നമുക്ക് സെർവ് ചെയ്യാൻ നല്ല മനസ്സാണ്. ഈ ബാക്കിയുള്ള ജോലിക്കൊന്നും നമുക്ക് വേറൊരാളുടെ ശരീരത്തിൽ തൊടുകയോ നമ്മളതിനെ ചികിത്സിക്കുകയോ അതിനുവേണ്ടി രാത്രി ഉറക്കളക്കുകയോ ഒന്നും വേണ്ട. ഇന്ത്യക്കാരന് അതിനൊക്കെ മനസ്സാണ്. നമുക്ക് കുറച്ച് കാശ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ നമുക്ക് സർവീസ് മെൻറ്റാലിറ്റി ഉണ്ട്. ഇപ്പം നമ്മുടെ നേഴ്സുമാർ ചെയ്യുന്നത് പോലെ അതെ, ഏത് രാജ്യത്ത് ചെന്നാലും ഏറ്റവും ബെസ്റ്റ് നേഴ്സ് ഡെഡിക്കേറ്റഡ്. കേരളത്തിലെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇന്ത്യയിലെന്നല്ല, കേരളത്തിൻ്റെ നേഴ്സസാണ് ഏറ്റവും ബെസ്റ്റ് നേഴ്സസ് എല്ലായിടത്തും നിൽക്കുന്നത്. തീർച്ചയായും ഏത് രാജ്യത്ത് ചെന്നാലും നിങ്ങൾ ഏത് രാജ്യത്തെ നേഴ്സിംഗ് ഫാക്കൽറ്റി നോക്കിക്കോ, അവർ കേരളത്തിൽ നിന്നുള്ള ഒരാളെങ്കിലും ഇല്ലാതെ ആരും തന്നെയാണ്. അത് ചിലപ്പോൾ ഭാഷ പുതിയതായിരിക്കും, റഷ്യൻ ഭാഷയോ ജർമ്മൻ ഭാഷയോ ഫ്രഞ്ച് ഭാഷയോ എന്ത് ഭാഷയും പറയുകയും ചെയ്യും. വളരെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന നഴ്സുമാരിൽ 3-4 പേര് ഏതായാലും. അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ രംഗത്ത് ഇനിയും കൂടുതൽ ആളുകൾ വന്നാലും ലോകത്തിന് അതൊരു ഗുണമാണ്. അത് മാത്രമല്ല നമ്മുടെ മെഡിക്കൽ ട്രെയിനിങ് നല്ലതാണ്.
ഓക്കെ, ആ ശരിയാണ്. പക്ഷേ മെഡിക്കൽ ട്രെയിനിങ്ങിന് പോകുന്ന ആളുകളെ ചൂസ് ചെയ്യുന്ന അതാണ് ഒരു സിസ്റ്റം ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ആയിരിക്കുന്നത്. തീർച്ചയായും ഏതായാലും ഇത് നീറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ഡോക്ടർ തന്നെ പറഞ്ഞു, ഇതിൻ്റെ ആവശ്യകത പറഞ്ഞു. അപ്പോൾ നീറ്റ് പോലെയുള്ള പരീക്ഷകൾ നീറ്റായി നടത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയട്ടെ. തീർച്ചയായും ഏതായാലും ഇത് മൂന്നാം മോദി സർക്കാരിന് ഉത്തരവാദിത്തം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്താണ് ഈ പരീക്ഷയുടെ പ്രോസസ്സൊക്കെ ആരംഭിച്ചത്. റിസൾട്ട് അത് തടയേണ്ടതായിരുന്നു. ആയിരുന്നു. ഇനി വന്നതിനെ കുറ്റമറ്റതാക്കുക, അതിനെ കൃത്യമായിട്ട് കുറ്റക്കാർക്കെതിരെ ശിക്ഷിക്കുക. ഇതിന്റെ പിന്നിൽ നടപടി ഇനി ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാവാത്ത തരത്തിൽ അതിനെ ഇതിന് പിന്നിലുള്ള എല്ലാ രഹസ്യങ്ങളും അണകർത്ത് ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.